നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതായി പരാതി. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്വദേശി ഗീതു ജോമോനാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ഇടുക്കി പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഞായറാഴ്ച വരെ കനത്ത മഴ സംസ്ഥാനത്ത് തുടരുവാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. വയനാട്, കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ 2 താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നതിനാലാണ് ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു അവധി. അംഗൻവാടികളും ട്യൂഷൻ സെന്ററുകളും അടക്കം അടഞ്ഞുകിടന്നു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമായിരുന്നില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റവും ഉണ്ടാവില്ല. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലാണ് അവധി. ഓൺലൈൻ ക്ലാസുകൾക്ക് അവധി ബാധകമല്ല. സിറ്റിവിഷൻ ഇടുക്കി. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതായി പരാതി. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്വദേശിനി ഗീതു ജോമോനാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. ജൂലൈ 25-ാം തീയതി ഉച്ചയോടെയാണ് ഗീതുവിനെ പനിയെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർ പരിശോധിച്ചു മരുന്ന് നൽകി മടക്കി അയച്ചു. പിന്നീട് രാത്രി 9 മണിയോടെ ശരീരവേദനയും പനിയും കൂടി വീണ്ടും ആശുപത്രിയിലെത്തി. വേദനയ്ക്കുള്ള കുത്തിവയ്പ്പെടുത്ത ശേഷം ഗീതുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അല്പസമയത്തിന് ശേഷം ശ്വാസതടസ്സം അനുഭവപ്പെട്ട ഗീതു പുലർച്ചെ 2:30 മരിച്ചു. ആരോഗ്യസ്ഥിതി വഷളായിട്ടും പരിശോധിക്കുവാൻ ഡോക്ടർ തയ്യാറായില്ലെന്നും മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിച്ചില്ലെന്നും ഗീതുവിന്റെ ഭർത്താവ് ജോമോൻ ആരോപിക്കുന്നു. മരണം സംഭവിച്ച വീട്ടിൽ ഞാൻ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ടെൻഷൻ അറിയിച്ചു. അന്നേരം തന്നെ ഞങ്ങളെ വാർഡിലാക്കിയിട്ട് 2 പേര് നിന്നാൽ മതി, ബാക്കിയുള്ളവർ വീട്ടിൽ പോകണം പറഞ്ഞു. പപ്പായും ബാക്കി എല്ലാവരും പപ്പായും അനിയനും വീട്ടിലോട്ട് പോയി. ഞാനും അമ്മയും മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും അത് കഴിഞ്ഞ് അനീച്ചാരെ ഞാൻ വിളിച്ച് പറഞ്ഞു. അനിയൻ കട്ടപ്പന വന്നപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ആശുപത്രി വന്നപ്പോഴത്തേനും പോലീസുകാരും അവിടെ വന്നു. 2 വണ്ടി പോലീസാണ് വന്നത്. അത് കഴിഞ്ഞ് മരണം മരിച്ചു കഴിഞ്ഞ പിന്നെയാണ് ഡോക്ടർ പോലും മുന്നിൽ കയറി വന്നത്. തങ്ങളുടെ കുടുംബത്തിനുണ്ടായ ദുരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുതെന്നും മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗീതുവിന്റെ അമ്മ ഗീത ആവശ്യപ്പെടുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥ അല്ലാതെ തന്നെ പറയുന്നത്. അതിന്റെ ബാക്കി സിസ്റ്റർമാരാണേലും ഒരു രോഗിയെ കൊണ്ട് കിടത്തി കഴിയുമ്പോൾ അവർക്ക് എങ്ങനെയുണ്ടെന്നതിലും ഒന്ന് നോക്കണ്ടേ. അവരാരും അടുത്തോട്ട് പോലും വരുന്നില്ല. നമ്മൾ ചെന്ന് അവരെ വിളിച്ചോണ്ട് വരണം. അതിന് ആരെ കണ്ടിട്ടാ ഒന്ന് പറയുന്നത്. സിസ്റ്റർമാരൊന്നും ആ മുറിക്കകത്ത് കാണാൻ പോലുമില്ല. താഴെ ആകപ്പാടെ 2 സിസ്റ്ററുണ്ട്. കാഷ്വാലിറ്റി കയറ്റിയപ്പോൾ അവർ വന്നൊന്ന് ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ട് അവരവരുടെ മൂക്കിന് പോയി. പിന്നെ ആരോടാണ് ഞങ്ങൾ രോഗവിവരം പറയുന്നത്? പാവപ്പെട്ട മനുഷ്യർ അവരും ജീവിക്കണ്ടേ. പാവപ്പെട്ട മനുഷ്യർ പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയ വലിയ ആശുപത്രികളിൽ പോയി. ഞങ്ങളുടെ കുഞ്ഞു പോയി. ഇനി ആർക്കും ഇങ്ങനെ വരരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നത്. അതുങ്ങൾ അവിടെ ആരും സമാധാനം പറയും. സിറ്റിവിഷൻ കട്ടപ്പന.
ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ വർഷം ഇതുവരെ 303 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കായി എത്തുന്ന തൊഴിലാളികളിൽ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലയിൽ പുതുതായി എത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും ജില്ലയിലെത്തി 3 ദിവസത്തിനുള്ളിൽ സ്ക്രീനിംഗ് ചെയ്തുവെന്ന് ഏജന്റുമാരും തൊഴിലുടമകളും ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷം ഇതുവരെ 303 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികളിലാണ് രോഗബാധ അധികമായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയും സ്ക്രീനിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും വേണം. പനി, വിറയൽ, തലവേദന, ശരീരവേദന, അമിത ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന തൊഴിലാളികൾ ചികിത്സയ്ക്ക് വൈകിപ്പിക്കരുത്. ഇത്തരക്കാർ ഉടൻ സമീപത്തെ സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിൽ എത്തി പരിശോധന നടത്തണം. രോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ പൂർണ്ണമായും സ്വീകരിക്കണം. മലേറിയ പരിശോധനയും ചികിത്സയും ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാണ്. 3 ദിവസം മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സ കൊണ്ട് മലേറിയ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പനിയുള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കണം. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ഉറപ്പുവരുത്തണം. രോഗബാധ സ്ഥിരീകരിച്ചാൽ കൊതുകുവല നിർബന്ധമായും ഉപയോഗിക്കണം. അതിഥി തൊഴിലാളികളെ ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന വാഹന ഉടമകൾ തങ്ങളുടെ വാഹനങ്ങളിൽ എത്തുന്ന അതിഥി തൊഴിലാളികളുടെ വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പിന് നിർബന്ധമായും കൈമാറണം. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ കൊതുക് വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാക്കണം. മലേറിയ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജില്ലയിൽ ഉടനീളം ശക്തമായ രോഗനിരീക്ഷണം, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്ക്രീനിംഗ്, കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവ തുടരുകയാണ്. പൊതുജനങ്ങളും തൊഴിലുടമകളും കോൺട്രാക്ടർമാരും തൊഴിലാളികളും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിപ്പിക്കാതെ ഉടൻ ആരോഗ്യ സ്ഥാപനങ്ങളെ സമീപിക്കുകയും മലേറിയ നിയന്ത്രണ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലേക്ക്. തുടർച്ചയായ മഴയെ തുടർന്ന് അപകട സാധ്യത വർദ്ധിച്ചതോടെ നിലവിൽ ഈ ഭാഗത്ത് ജില്ലാ ഭരണകൂടം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിള്ളലുള്ള ഭാഗത്ത് പുതുതായി രൂപപ്പെട്ട നീർച്ചാലും സമീപത്തെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലായി. തുടർച്ചയായ മഴയെ തുടർന്ന് വിള്ളലുള്ള ഭാഗത്തെ അപകട സാധ്യത വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ഭാഗത്ത് ജില്ലാ ഭരണകൂടം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് പുതിയതായി നീർച്ചാൽ രൂപപ്പെട്ടതും മണ്ണിന്റെ തുടർച്ചയായ നീക്കവും സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ്. സമീപത്തെ കെട്ടിടവും കൂടുതൽ അപകടാവസ്ഥയിലായതായി ഇടവകാംഗം പറയുന്നു. CSI கோயில் பக்கத்தில் 1 மாதத்துக்கு முதல்ல இருந்து மண் இடிஞ்சிருந்துச்சு. பாஸ்டர் வீடெல்லாம் லேசாக கிராக் ஆகி அவங்களெல்லாம் வேற வீட்டுக்கு தாமசத்துக்கு போயிட்டாங்க. மண் வந்து ஒரு மாதம் காலமாக இந்த மாதம் மழை இல்லாதனால வெயில் அடிச்சதுனால அந்த மண் இறங்கலை. இப்போ 4 நாளாக நல்ல மழை. இப்போ இருந்ததுக்கு கூட கொஞ்சம் இடிஞ்சு இப்போ யாருமே அந்த வழி போக முடியாது. ரோடை பிளாக் பண்ணி இப்போ யாருமே போக விடாம சுற்றி தான் வந்துட்டு இருக்காங்க. സ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പുകൾ വിശദമായ പരിശോധന നടത്തും. ഇതിനിടെ സബ് കളക്ടർ പ്രദേശം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജില്ലാ ഭരണകൂടം ഈ ഭാഗത്തെ ഗതാഗത നിയന്ത്രണം പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. സിറ്റി വിഷൻ, മൂന്നാർ. ഡബിൾ സ്ട്രോങ് ചായയ്ക്ക് 115, പൊടിച്ചായയ്ക്ക് 75. ഇടുക്കിയിൽ ചായയ്ക്കൊപ്പം ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന പേപ്പറിക്ക പിടിയിൽ. നെടുങ്കണ്ടത്തെ ചായക്കട നടത്തിയിരുന്ന കാരിശ്ശേരി മജീദ് ഹാസിമാണ് അറസ്റ്റിലായത്. പൊടിച്ചായയും ഡബിൾ സ്ട്രോങ്ങും ഒക്കെ പേപ്പറിക്ക എന്ന മജീദിന്റെ കടയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള കോഡ് ഭാഷകളാണ്. പൊടിച്ചായ ചോദിച്ചാൽ 75 രൂപയ്ക്ക് ചായക്കൊപ്പം നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും കൈമാറും. ഡബിൾ സ്ട്രോങ്ങിന് ചായക്കൊപ്പം കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന OCB പേപ്പറാണ് നൽകുക. ക്യൂബൻ നിർമ്മിത ഹവാന ചുരുട്ട്, കഞ്ചാവ് തുടങ്ങി ലഹരി വസ്തുക്കൾ ഏറെയുണ്ട് ഇയാളുടെ കയ്യിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് നെടുങ്കണ്ടം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മജീദിന്റെ വീട്ടിലും കടയിലും നടത്തിയ പരിശോധനയിൽ 106 പാക്കറ്റ് OCB പേപ്പറുകളും 22 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 3 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തത്. മജീദിന്റെ കടയിൽ വന്ന് പോയിരുന്നവരെ കേന്ദ്രീകരിച്ചും എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. ഇയാളുടെ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകുമെന്നും എക്സൈസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ്
മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി പൂപ്പാറയിൽ പട്ടാപ്പകൽ വൻ കവർച്ച. വീട്ടമ്മ കുളിക്കാൻ കയറിയ തക്കം നോക്കി വീടിനുള്ളിൽ കിടന്ന മോഷ്ടാവ് 10 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും കവർന്നു. പൂപ്പാറ തോമ്പ്രക്കുഴി ജോഷിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന വീട്ടമ്മയുടെ മുന്നിലൂടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. തോമ്പ്രാക്കുടി വീട്ടിൽ ജോഷിയും കുടുംബാംഗങ്ങളും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു കവർച്ച. ഈ സമയം ജോഷിയുടെ ഭാര്യ സിനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സിനി കുളിക്കാനായി കയറിയ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മോഷ്ടാവ് വീടിനുള്ളിൽ കടന്നു. തുടർന്ന് അലമാരകളെല്ലാം തുറന്ന് തിരച്ചിൽ നടത്തി. കുടുംബശ്രീ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത 1 ലക്ഷം രൂപയും 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത്. ഞങ്ങൾ താഴെ കായെടുപ്പായിരുന്നു. കായ കൊണ്ട് വണ്ടിയെ വെക്കുന്ന ഞാൻ, എൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് വർത്താനം പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചനെ വിളിച്ച് പറഞ്ഞു, പപ്പാ പിന്നെ ഓടി വന്നു പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനോട് ഇവിടെ വഴി വന്നു, വയ്യായിരിക്കുക, കൊച്ചു വീണച്ചിരിക്കുക. ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് ഒന്നും കാണാനില്ല. ഞാൻ പുറകെ ഓടി, ആളിനെ കാണാനില്ല. അപ്പം ഈ വഴിക്കെല്ലാം ഞങ്ങൾ പോയി, അക്കരെ വഴിക്കും പോയി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സിനി വീടിനുള്ളിൽ അപരിചിതനെ കണ്ട് ബഹളം വയ്ക്കുകയായിരുന്നു. ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ചുവന്ന വസ്ത്രം ധരിച്ച് മുഖം പൂർണ്ണമായും മൂടിയ നിലയിലായിരുന്നു മോഷ്ടാവെന്ന സിനി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. വീട്ടുകാരുടെ നീക്കങ്ങളും സമയവും കൃത്യമായി മനസ്സിലാക്കി നടപ്പിലാക്കിയ ആസൂത്രിത മോഷണമാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ ശാന്തൻപാറ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, പൂപ്പാറ. മഴക്കാല ആശങ്കയ്ക്കിടെ ദേവികുളം തോട്ടം മേഖലയിൽ വീണ്ടും ഭീതി വിതറി കാട്ടാന പടയപ്പ. കഴിഞ്ഞ 3 ദിവസമായി ദേവികുളം മേഖല കേന്ദ്രീകരിച്ചാണ് പടയപ്പയുടെ സഞ്ചാരം. തോട്ടം തൊഴിലാളികളുടെ അടുക്കളത്തോട്ടം നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ ഇറങ്ങി നിലയുറപ്പിക്കുന്നതും പ്രദേശത്ത് ആശങ്ക സൃഷ്ടിക്കുന്നു.
മഴക്കാല ആശങ്കകൾക്കിടെ ദേവികുളം തോട്ടം മേഖലയിൽ വീണ്ടും ഭീതി പരത്തി കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. കഴിഞ്ഞ 3 ദിവസമായി ദേവികുളം മേഖല കേന്ദ്രീകരിച്ചാണ് പടയപ്പയുടെ സഞ്ചാരം. തൊഴിലാളികളുടെ അടുക്കളത്തോട്ടങ്ങൾ നശിപ്പിച്ച പടയപ്പ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വനപാലകർ പലതവണ പടയപ്പയെ കാട്ടിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും ജനവാസ മേഖലയിലേക്ക് മടങ്ങിയെത്തുകയാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പടയപ്പയുടെ സാന്നിധ്യം തോട്ടം തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തുന്നു. ചില സമയങ്ങളിൽ വാഹനങ്ങൾ അടക്കം നശിപ്പിക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയാണ് ഇടവരുത്തുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. 1.5 വർഷം മുൻപ് ലേലം ചെയ്ത് നൽകിയ കടമുറികൾ പ്രവർത്തന സജ്ജമാക്കാതെ പഞ്ചായത്ത്. സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിലും മുറികളുടെ വാടക അടയ്ക്കണമെന്നും നിർദ്ദേശം. ഇടുക്കി നെടുങ്കണ്ടം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികൾ ലേലത്തിലെടുത്തവരാണ് വെട്ടിലായത്. നെടുങ്കണ്ടം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിലെ കടമുറികളുടെ ലേലം 2025 ജനുവരിയിലാണ് നടന്നത്. 1 മാസത്തിനുള്ളിൽ ജോലികളെല്ലാം പൂർത്തീകരിച്ച് വിട്ടു നൽകാമെന്നായിരുന്നു അന്നത്തെ ഉറപ്പ്. എന്നാൽ ഈ വർഷം മാർച്ചിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതായി പഞ്ചായത്ത് അറിയിക്കുന്നത്. ഓരോ മുറിക്കും പ്രത്യേകം വൈദ്യുതി കണക്ഷനും സ്ഥിരം വെള്ളം സംവിധാനവും ഒരുക്കി നൽകാത്തതിനാൽ ലേലത്തിലെടുത്ത ഭൂരിഭാഗം വ്യാപാരികൾക്കും സ്ഥാപനം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ മാർച്ച് മുതലുള്ള വാടക കൊടുക്കണമെന്നതാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശം. 2025 ജനുവരി മാസം 15-ാം തീയതിയാണ് പഞ്ചായത്ത് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ലേലം നടക്കുന്നത്. ആ ലേലത്തിൽ അന്ന് പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്ന നോട്ടീസിൽ പറഞ്ഞത് ആ മാസം തന്നെ 28-ാം തീയതി, ഫെബ്രുവരി മാസം 28-ാം തീയതിക്കുള്ളിൽ പണി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ഈ കടകൾ നൽകുമ്പോൾ നിങ്ങൾ അതിൻ്റെ വാടക അടയ്ക്കണമെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ അത് ഏതാണ്ട് 15 മാസങ്ങൾക്ക് ശേഷമാണ് ആ കെട്ടിടം ഞങ്ങളുടെ കൈകളിൽ എത്തുന്നത്, അതിൻ്റെ പണി പൂർത്തിയായി കൈകളിൽ എത്തുന്നത്. അപ്പോൾ അതിന് മുമ്പ് വാടക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ സ്ഥാപനങ്ങൾ നടത്തി ഇവിടെ കൊണ്ടുവന്ന് വാടക അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ ആ തുക കുറച്ച് തരാൻ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറായിട്ടില്ല. നിലവിൽ KSEBയുടെ താൽക്കാലിക കണക്ഷനാണ് കെട്ടിടത്തിലുള്ളത്. ഇതുപയോഗിച്ച് സ്ഥാപനം ആരംഭിക്കുവാൻ കഴിയില്ല. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാത്ത മുറികൾ ലേലം ചെയ്യുകയായിരുന്നു. നിലവിലെ UDF ഭരണസമിതി വൈദ്യുതി കണക്ഷൻ എടുത്തു നൽകുന്നതിനും ഷോപ്പിംഗ് കോംപ്ലക്സിനോട് അനുബന്ധിച്ചുള്ള ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനും തയ്യാറാവുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൂന്നാറിൽ ഡിവിഷൻ തല വനം അദാലത്ത് നടന്നു. 2018 മുതൽ 2026 വരെ തീർപ്പാകാതെ കിടന്ന 120 പരാതികളുടെ നഷ്ടപരിഹാര തുക 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകും. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം 20 ലക്ഷം രൂപയാക്കി ഉയർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടുമെന്ന് ദേവികുളം MLA F. രാജ അറിയിച്ചു. വനം അദാലത്തിൽ ആകെ 29 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 9 പരാതികൾ തീർപ്പാക്കിയവയിൽ 7 പരാതികളും കടുവയുടെ ആക്രമണത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. ശേഷിക്കുന്ന പരാതികളിൽ ഭൂരിഭാഗവും കൃഷിനാശവുമായി ബന്ധപ്പെട്ടവയാണ്. ഇവയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം 2018 മുതൽ 2026 വരെയുള്ള കാലയളവിൽ നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള 120 പരാതികൾ നിലവിലുണ്ടെന്നും ഇവയിലെ നഷ്ടപരിഹാര തുക 2 ആഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൂന്നാറിൽ നടന്ന ഡിവിഷൻ തല വനം അദാലത്തിന്റെ ഉദ്ഘാടനം ദേവികുളം MLA F. രാജ നിർവഹിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി ഉയർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടുമെന്നും MLA വ്യക്തമാക്കി. മറയൂർ ചിന്നാർ റോഡിലെ വീതിക്കുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എസ്റ്റേറ്റ് മേഖലയിൽ പുലിയടിച്ചിട്ട് അവർക്കുള്ള നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ആഴ്ചയ്ക്കകം ഉടനെ തന്നെ അത് തീരുമാനമെടുത്ത് അവർക്കുള്ള പൈസ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ചിന്നാർ റോഡ് 2 സൈഡ് കുഴിയായിട്ട് കിടക്കുവാണ്. അതിനുള്ള യോഗവും കൂടി ഉടനെ തന്നെ തീരുമാനിച്ച് അത് 2 സൈഡും കോൺക്രീറ്റ് ചെയ്തതാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിനോദ് B, ദേവികുളം സബ് കളക്ടർ VM ആര്യ, മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാജു വർഗീസ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ
രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതായി പരാതി. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്വദേശി ഗീതു ജോമോനാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ഇടുക്കി പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.